നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകമായിരുന്നു വ്യവസ്ഥ പാകിസ്ഥാൻ ലംഘിച്ചത്. ഒരുപാട് അസ്വാരസ്യങ്ങൾ പരസ്പരമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത ലോകത്തെ അറിയിക്കുന്നത്. സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലും 2 ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനെയും സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാനുള്ള ചർച്ച നടന്നത് ഇരു രാജ്യങ്ങളെയും മുതിർന്ന ഉദ്യോഗസ്ഥരിലൂടെയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് DGMOR. അതായത് സാധാരണയായി ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ളവരായിരിക്കും ഇവർ. ഇന്ത്യയിലും അതിർത്തിക്ക് അപ്പുറത്തുമുള്ള എല്ലാ സൈനിക പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണിവർ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് DGMOയുടെ ദൗത്യം. യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും DGMO പദവിയിലുള്ളവർ മറ്റു രാജ്യങ്ങളിലെ DGMOമാരുമായി ചർച്ച നടത്തും. സൈനിക ഓപ്പറേഷനുകൾ, കലാപം നിയന്ത്രിക്കൽ, സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആർമി, നേവി, എയർഫോഴ്സ്, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവർക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും ഇവർ പ്രവർത്തിക്കുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നവരാണിവർ. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായാണ്. അദ്ദേഹം 2024 ഒക്ടോബർ 25 സ്ഥാനമേറ്റത്. മേജർ ജനറൽ കാഷിഷ് അബ്ദുള്ളയാണ് പാകിസ്ഥാന്റെ DGMO. സംഘർഷ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOമാർ ഹോട്ട്ലൈൻ മുഖേന ബന്ധപ്പെട്ട് സമാധാനത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട്. സംഘർഷം രൂക്ഷമാകുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ DGMO സ്ഥാനം അഭിവാജ്യ ഒരു ഘടകമാണ്. നിലവിലെ പോലെ സംഘർഷങ്ങൾ കനക്കുന്ന സാഹചര്യങ്ങളിൽ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനും മറ്റ് രാജ്യങ്ങളിലെ സൈനികരുമായോ ഉദ്യോഗസ്ഥരുമായോ ഇവർ നേരിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. സൈന്യങ്ങൾ തമ്മിലുള്ള സമ്പർക്ക കേന്ദ്രമായിരിക്കണം DGMO. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ ഒരു പരിധിവരെ പ്രൊഫഷണൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ആശയം. സംഘർഷകാലത്ത് DGMO തലത്തിലുള്ള ചർച്ചകൾ ആശയവിനിമയത്തിനുള്ള ആദ്യ പടിയായി അത് ഉയർത്തുന്നുണ്ട്. മെയ് 10 വൈകിട്ട് പാകിസ്ഥാൻ DGMO ഇന്ത്യയിലേക്ക് ഹോട്ട്ലൈനിൽ വിളിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ രാജീവ് ഖായെ വിളിച്ച് സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായി അറിയിക്കുകയായിരുന്നു. സംഘർഷം ആരംഭിച്ചത് മുതൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നില്ല. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രസ്താവന. വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ചയെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളി. ഒരു മൂന്നാം കക്ഷിയും ഇടപെടുന്നില്ല എന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയും ഇല്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് ദോഷകരമാകുമെന്ന് മുൻ പാക് എയർ മാർഷൽ മസൂദ് അക്തർ നേരത്തെ തന്നെ ഡോൺ TVക്ക് നൽകിയ മറുപടിയിൽ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യക്ക് മുന്നിൽ ദുർബലമാണെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു മസൂദ് അക്തറിന്റെ വാക്കുകൾ. ഇന്ത്യക്ക് 16 ലക്ഷം സൈനികരുണ്ട്, നമുക്കുള്ളത് വെറും 6 ലക്ഷം മാത്രമാണ്. എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. പാകിസ്ഥാന്റെ ഭാവി കാക്കുക എന്നതാണ് തത്കാലം നമ്മുടെ ഭരണാധികാരികളുടെ കടമ. സ്ഥിതി ആശങ്കാജനകമാണ്. പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും മസൂദ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 4 തവണ ഇന്ത്യ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകുമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അതിൽ ലംഘിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതും വേണ്ടത്ര ഒരു ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇന്ത്യയോട് മുട്ടാമെന്ന അതിമോഹമാണ് പാകിസ്ഥാനെങ്കിൽ, അത് അവിടുത്തെ ഭരണാധികാരികൾ ആ രാജ്യത്തോടും അവിടുത്തെ സാധാരണക്കാരോടും ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. ഇനി ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അത് യുദ്ധമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന അവസാന മുന്നറിയിപ്പായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം. മെയ് 11 മുതൽ മെയ് 18 വരെ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ദ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധ ആശംസകളും. ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ദ മഹാസത്രം നടക്കുന്നത്.
ഒരു വലിയ വിജയമായി തീർന്നു.